ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ലോഗ്സ്. സകുടുംബം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടക്കറിയാണ്. ഏട്ട എന്ന് പറയുന്നത് മീൻസ് ചിലയിടത്ത് അതിന് കൂരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നുള്ളത് പറയണം. അപ്പോൾ അത് വെച്ചിട്ടൊരു അടിപൊളി മുളകരച്ച കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പം കറി വെക്കുന്നത് അമ്മയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, എല്ലാവരും എന്നായുവാണോ? ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലായിരുന്നോ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കത് വെട്ടാൻ നേരം കിട്ടിയില്ല. ദേവ് ഇപ്പോഴാണ് ആശുപത്രിയിൽ നിന്നൊക്കെ വന്നത്. അപ്പം അമ്മ ഇച്ചിരി ശകലം കുറവുണ്ടെങ്കിലും നാളെ രാവിലെ ഒക്കെ പിന്നെയും പോകണം. മരുന്ന് മീനൊക്കെ മേടിച്ച് വെച്ചേക്കും. എന്തായാലും നമ്മളത് ഈ ഏട്ടക്കൂരിയാണ് മേടിച്ച് വെച്ചത്. കണ്ടോ ഇത് ഞാൻ ശകലം ചൂടുവെള്ളത്തിനകത്തിട്ടേക്കോ. ചൂടുവെള്ളത്തിനകത്താണ് പെട്ടെന്ന് തന്നെ തൊലി ഇഞ്ഞ് പോരും. ഇത് കണ്ടോ, ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതാവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ തരുന്ന. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഏട്ടക്കൂരി എന്ന് തന്നെയാണോ പറയുന്നത്? നമുക്കറിയത്തില്ല. അത് എല്ലായിടത്തും ഒരുപോലെ പലരും നമ്മുടെ ഇവിടെ ഏട്ടക്കൂരി ചേർക്കുമ്പോൾ കണ്ടോ നമുക്ക് എളുപ്പം ഇതിന് പോരും. ഇല്ല പിന്നെ നമ്മൾ കല്ലേ കൊണ്ട് ഇട്ടുകൊണ്ട് ഉരയ്ക്കണം. തൊലി ഇങ്ങനെ മൊത്തം കളഞ്ഞ് കണ്ടോ എടുക്കുന്നുണ്ടോ. എല്ലാവരും എന്നോട് കാണിക്കണേ, അമ്മ മീൻ കറി വെക്കുന്ന കാണിക്കണേ, എന്നാ വെച്ചാലും കാണിക്കണേ. എല്ലാവരും ഞാൻ വെക്കുന്ന കറി വെച്ച് നോക്കിയിട്ട് എല്ലാവരും എന്നെ അഭിപ്രായം വിളിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ കറി വെച്ച് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേര് നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പം കണ്ടില്ലേ കൊമ്പെല്ലാം കളഞ്ഞ്. കൊമ്പ് കയ്യാലെങ്ങാനും കൊണ്ടാ കയറിപ്പോകും അതിൻ്റെ കൊമ്പ്. ചൂടുവെള്ളത്തിലാകുമ്പോൾ ഇങ്ങനെ പോരും. ഉണ്ടോ ഒരു വഴുക്കലും ഉണ്ടല്ലേ പിന്നെ അതിന് എത്ര പ്രാവശ്യം നമ്മൾ എന്തോരം വെള്ളത്തിൽ കഴിയാലും അതൊന്ന് റെഡിയാണെന്നറിയാം. നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുക്കണം. ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴുകും. വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ അഴുക്കങ്ങ് പൊക്കോളും. അതിൻ്റെ വിനാഗിരി ഒഴിച്ച് ശകലം വെച്ചിട്ട് കഴുകി എടുത്താൽ മതി. അന്നേരം നല്ലതാണ്. വാലും കണ്ടിച്ച് കളയാണ്. തല കണ്ടിക്കുന്നൊന്ന് ശരിക്കും കാണിക്കണം. ബുദ്ധിമുട്ടാ, കൈ കൊള്ളല്ലേ. തേൻ്റെ തല കണ്ടോ? തല ഞാൻ ഇങ്ങനെ കണ്ടിക്കും വട്ടത്തി. ഇത്രയും കണ്ടിച്ച് കളഞ്ഞിട്ടാണ് പിന്നെ അത് പൊട്ടിച്ചെടുക്കണം. കൈ പോവല്ലോ. എന്നിട്ട് പിന്നെ ഇവിടെ വെച്ച് കണ്ടിച്ചാൽ നമുക്കൊരു തലക്കഷ്ണം ആകത്തുള്ളൂ. അങ്ങനെയാണ് ഈ മീൻ വെട്ടുന്നത് കേട്ടോ. ഞാൻ അതേ മീനെല്ലാം വെട്ടിക്കൊണ്ട് വന്നു. അത് കഷ്ണമാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കുറച്ചെടുത്ത് അങ്ങ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. എല്ലാം കൂടെ വേണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഒത്തിരി ആയാലും എല്ലാവരും ഇതാക്കത്തുള്ളൂ. കുറച്ചേ ഉള്ളൂ. എന്താണ് കഷ്ണമാക്കാം. ഇപ്പം നമുക്ക് നാളത്തേക്കിനും കൂടി 2 ദിവസത്തിനുണ്ട്. തല ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്ത കണ്ടോ. തലയൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടം. അച്ഛനും ഇഷ്ടമാണ് തല. എനിക്കും ഇഷ്ടമാണ്. അച്ഛൻ പറഞ്ഞില്ല അച്ഛന് നമ്മളെന്നെ അന്ന് മങ്കട വെച്ചപ്പോൾ തല ഇഷ്ടം. ഞാനും കൂട്ടും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് മീനെല്ലാം എൻ്റെ ചെറുക്കനാണെങ്കിൽ മീൻ മതി. അതെ, അവന് ഈ ഏട്ടയോട് അത്ര വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. വലിയ കഷ്ണമാണ് കൂട്ടും. അവന് വേണ്ടി ഞാൻ അയല മേടിച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടി. നമ്മുടെ ഇന്നാൾ മീൻകാരനെ ഒരു ചേട്ടനെ ശിവിലിയണ്ണൻ്റെ മേടിച്ചതാ. അയിലയെ മേടിച്ചതെന്നാ പുള്ളിയുടെ നിന്ന് മേടിച്ചാൽ കയറും. നല്ലോണം മീൻ തരും നമുക്ക് കറി വെക്കാൻ. പണ്ടൊക്കെ പറയും ചട്ടിയും കൊണ്ട് പോയി ചെന്ന് മേടിച്ചാൽ ഓരോരുത്തർ മീൻകാരുടെ എത്തി നിന്നാൽ നിറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ മീൻ തരും നല്ലോണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ മീനെല്ലാം ഇത് കറി വെക്കണം. പിന്നെ കപ്പ കൊത്തി അത് അടുപ്പ വെച്ചേക്കുന്നത് ഇപ്പോൾ ഊറ്റ എടുക്കണം. എന്നിട്ട് ഞാൻ അതും വേവിച്ചു. മീൻകറിയാണ് നമുക്കിന്ന് വൈകിട്ട്. കപ്പയും മീനുമാണ്. ഇത് ഞങ്ങൾ എന്തായാലും കാണിക്കും കപ്പയും മീൻകറി. ഞാൻ അതൊന്ന് ചൂടായി വന്നിട്ട് ബാക്കി കാണിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിയൊക്കെ ചൂടായി. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് വെളിച്ചെണ്ണയാ മീൻകറി നല്ല ഏത് കറി വെക്കാൻ വെളിച്ചെണ്ണയാണ് നമുക്ക് ടേസ്റ്റ്. പക്ഷെ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് പറ്റില്ല. എന്നാലും എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ട് നമുക്ക്. എന്നാ ഇച്ചിരി ഉള്ളത് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വറക്കാനും പൊരിക്കാനും ഒക്കെ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അതിന് കുഴപ്പമില്ല. എണ്ണ ചൂടായി. ഉലുവ ഇട്ട് കുറച്ച് ഉലുവ കിടക്കുന്നു. അതിനെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. അതോട്ട് കടുക് ഒരു ലേശം ഇടുവാണ്. 2 ടീസ്പൂൺ കടുക് ഉലുവായും കൂടെ തേണ്ട പൊട്ടി വരുന്നുണ്ടോ. പച്ചമുളകും ഇച്ചിരി കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇടുവാണ്. പച്ചമുളക് ഇച്ചിരി കൊച്ചുള്ളി. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണോ അല്ലേ, എരിവില്ലാത്താണെങ്കിൽ 4 എണ്ണോ ഒക്കെ ഇടാം. അത് നമ്മുടെയൊക്കെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. ഈ മീൻകറി നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ഒരു അളവുണ്ട് നമുക്കറിയാം. അത് ഓരോരുത്തർ 2 സ്പൂൺ ഇടേ. അത് തീരെ അറിയാൻ മേലാത്തവർ കാണുമ്പോൾ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അതെ, അമ്മയ്ക്ക് അങ്ങനെ ഇല്ല. അമ്മയ്ക്ക് എല്ലാം കയ്യളവാണ്. 1 പിടി 2 പിടി ഇച്ചിരി പിടി തുള്ളി. ഇനി നമുക്കത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്.
അതെ, അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇടും. കുറച്ച് പകുതി മീനെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, പകുതി ഞങ്ങൾ വെച്ചേക്കുവാണ്. അപ്പം അതിനനുസരിച്ചുള്ളതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം അല്ലേ അമ്മ മാറി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഇത് കാണിക്കാം. ഇതെല്ലാം കൂടെ കിടന്ന് മൂത്തൊന്ന് പച്ചമണം മാറി സെറ്റാവട്ടെ. കരിയാപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം. ചെറിയതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് കരിയാപ്പിലേക്ക് ഇട്ടു പറയുമ്പം ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഒരു 3 സ്പൂൺ ഉണ്ട്. നമ്മുടെ സ്പൂൺ കണ്ടോ, ഞങ്ങളുടെ സ്പൂൺ ഉണ്ട്, ചെറിയ സ്പൂൺ. കുഞ്ഞ് സ്പൂൺ. പിന്നെ എരിവുള്ള മുളക് പൊടി അത് കണ്ടെത്തി. അതെടുത്തു. കാശ്മീരി മുളക് പൊടിക്കും എരിവില്ലല്ലോ. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് എങ്ങനെ? നമുക്ക് ഇച്ചിരി അത്യാവശ്യം എരിവ് വേണം, ചൊടി വേണം അല്ലേ അമ്മ? ഇവിടെ ഇച്ചിരി എരിവ് വേണം. ഞാൻ പിന്നെ മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടോ, മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി വേണം. എല്ലാം ഇളക്കി യോജിപ്പിക്കട്ടെ. വെള്ളം ഒഴിക്കുവാണ്. ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചത്. ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്നല്ലേ അമ്മ തിളമുറ്റും. നല്ലപോലെ ഇളക്കി അതിനി തിളയ്ക്കണം അല്ലേ അമ്മ? ഇതേ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പുളിയും കൂടെ അങ്ങിടാം. രണ്ടോ കുഞ്ഞു പുളിയാണ് നമ്മുടെ അടുത്തേക്ക്. നെല്ലിക്ക വലിപ്പം എന്നൊക്കെയാണ് പറയാറ്. അങ്ങനെ പറയാൻ അറിയത്തില്ല എനിക്ക്. നെല്ലിക്ക വലിപ്പം അങ്ങനെയൊന്നുമില്ല. ഈ ഉപ്പ് പൊടിയും കൂടി ഇട്ടു. ഇനി ഇത് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ എണ്ണ മേളിൽ തെളിയണം. കളറൊക്കെ കണ്ടില്ലേ? കണ്ടില്ലേ? ഇനി ഇതിൻ്റെ എണ്ണ മേളിൽ തെളിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ആ വെള്ളം തിളച്ചിട്ട് മീൻ കഷ്ണം പെറുക്കി ഇടത്തുള്ളൂ. എന്നിട്ട് നമുക്ക് അതെ, ഇത് ഒരു സ്റ്റൈൽ. നമ്മൾ വേറെ സ്റ്റൈൽ വെക്കുന്നത് ഓൾറെഡി നമ്മൾ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലൊന്ന് തിളച്ച് വറ്റി വരട്ടെ, എണ്ണ തിളയട്ടെ. അപ്പോഴേക്കുള്ള തേങ്ങായും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് വെച്ചിട്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇടാം. അതെ, നമ്മുടെ മീൻ ഓൾറെഡി ഇപ്പോൾ താണ്ട് അവിടെ തിളയ്ക്കാൻ കിടക്കുവാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് കപ്പയ്ക്കുള്ളതെല്ലാം ഉണ്ടാക്കാം. പിന്നെ ഇച്ചിരി ജീരകപ്പൊടിയും കൂടി ഇട്ടു. ജീരകത്തിന് പകരം ജീരകപ്പൊടി ഇട്ടു. ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, തേങ്ങ, കുറണ്ട് കൊച്ചുള്ളി, 2 പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വെച്ചിരിക്കുവാണ്. ഇനി നമ്മളിത് നല്ലപോലെ അരച്ചെടുക്കണം. അല്ലേ, ഒന്ന് കറക്കി ചായച്ചെടുത്താൽ മതി. അത്ര ചാലിച്ചെടുക്കണം, ചതച്ചെടുക്കണം. കപ്പയ്ക്കുള്ളത് അരപ്പുമായി. അത്ര ഉള്ളൂ. കപ്പയും മീൻകറി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് അതിൻ്റെ നല്ലവണ്ണം അതിൻ്റെ ഇതെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ ആ മീൻകറി ചാറിനൊക്കെ നല്ല ടേസ്റ്റ് വരുള്ളൂ. ടേസ്റ്റും ലുക്കും ഒക്കെ വേണ്ട. കപ്പ നമ്മൾ വെളി വെച്ച് വേവിച്ചായിരുന്നു. എന്നിട്ട് അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ചേക്കുക. ഇതിനകത്തോട്ട് നമുക്ക് വെന്ത കപ്പ നല്ല വേകുന്നത്. അപ്പം ഞങ്ങളുടെ തൊഴിലുറപ്പിലുള്ള ഒരു ചേച്ചിയിലൊക്കെ വീട്ടിൽ കപ്പ പറിച്ചു കൊടുക്കുന്നുണ്ട്. ചേച്ചിയുടെ എന്നിട്ട് ചേച്ചി ഇന്നലെ വിളിച്ച് ചോദിച്ചു, ചേച്ചി കപ്പ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് കൊണ്ട് വെച്ചേ വരാൻ പറഞ്ഞു. 4 കിലോ 100 രൂപ. കപ്പ ആവശ്യമുള്ളവർ കപ്പ തരും. 4 കിലോ കപ്പയ്ക്ക് 100 രൂപ. ഞങ്ങളുടെ രമചേച്ചിയുടെ വീട്ടിൽ കേട്ടോ. നമ്മൾ അരപ്പിട്ടു. നമ്മൾ ഈ അരപ്പിൽ ഉപ്പ് ചെയ്തിടില്ല, കാരണം ഓൾറെഡി കപ്പ ഉപ്പ് ഇട്ടാൽ നമ്മൾ നോക്കിയിട്ട് കരിയാപ്പില ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഇച്ചിരി ഉള്ളായിരുന്നു. നിങ്ങൾ കരിയാപ്പില തീർന്നു. ഞങ്ങളുടെ കരിയാപ്പില വേണ്ട. കരിയാപ്പ്, അരപ്പ്, കപ്പ, തവി. അരിയാപ്പ്, അല്ല പക്ഷേ കരിയാപ്പ്, അരപ്പ്, കപ്പ, തവി. വീണ്ടും അമ്മ മീനിലേക്ക് ഇളക്കാൻ പോയി. മീൻകറിയിൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ എണ്ണ? കണ്ടോ മീൻ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്? അപ്പം ഇതിനകത്തോട്ട് നമ്മൾ കഷ്ണം പെറുക്കി ഇടാൻ പോവാണ്. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ടോ അമ്മ? വെള്ളം വേണം. തിളപ്പിച്ച വെള്ളം ഒഴിക്കും ഞാൻ. അത് നമ്മൾ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ഒഴിക്കുക ആണല്ലോ. അപ്പം അങ്ങോട്ട് ഇട്ടു. ഇനി അതൊന്ന് ഇളക്കി യോജിച്ച് തീ പിടിപ്പിക്കുക. തീ കൊളുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ ഗ്യാസ്. ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ. ഇളക്കുന്നതിന്റെ സ്പിരിറ്റ് കണ്ടോ? നിങ്ങളെ സ്പിരിറ്റ് നോക്കൂ. ശക്തിമാൻ ബേക്കൽ കോട്ടയുടെ ശക്തി. മറ്റേ ഇത് വേറെ പാടാം. ജേക്കൽ കോട്ടയുടെ ശക്തി, എന്നുള്ളിൽ ഉറങ്ങും ആ ശക്തി, കൂടി വാ കൂടി വാ.
എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് വെച്ച് എല്ലാവർക്കും ഒന്ന് കൊടുക്കണം, കഴിക്കണം, എല്ലാവരെയും കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത മാത്രമേ ഇതേ ഉള്ളൂ എനിക്ക്. അപ്പുറത്തെ എണ്ണ തിളച്ച് കിടക്കുക, എണ്ണ പൊങ്ങി കിടക്കുക നമ്മുടെ മീൻ. നല്ല കട്ടിയുള്ള കപ്പയാണ് കേട്ടോ. ഇന്നിവിടെ നല്ല ജലമാകും. കണ്ട് കപ്പ കുഴച്ചു, ഉപ്പൊരിച്ചിരി കൂടി ഇടണം. മീൻ കഷ്ണം എല്ലാം കൂടി ഇതിനകത്ത് കുറുക്കിയിടാം. അമ്മ ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ചു ഇതിനകത്ത് ഇപ്പം തിളക്കാൻ വേണ്ടി. അതെ, അപ്പോൾ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയത് കാണിക്കാൻ പറ്റിയില്ല. എല്ലാം നടക്കണ്ടേ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, വീഡിയോ എടുക്കണം. എല്ലാവരും വിചാരിച്ച് നമ്മൾ വീഡിയോയ്ക്ക് മാത്രമായിട്ട് നമ്മൾ അങ്ങനെയൊന്നും വീഡിയോ ചത്തി കിടക്കൊന്നുമല്ല. ഇതിനിടയ്ക്ക് ഇതെല്ലാം നടക്കുന്നത്. ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഞങ്ങൾ നോക്കിയതിന് ശേഷം ഞങ്ങളുടെ കുടുംബമാണ് മെയിൻ പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും ഞങ്ങൾക്ക്. അതിനകത്തുള്ള അവരെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ കുഞ്ഞിനെ കരയിപ്പിക്കാനോ ഒന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവിടെ അവിടെ ഉണന്ന് അപ്പം മീനെല്ലാം അമ്മതേണ്ട പെറുക്കിയിട്ടു നല്ല പോലെ ഇളക്കി. ഇനി നമുക്കത് അടച്ചു വെക്കാം അല്ലേ അമ്മ? അടച്ചു വെച്ച് വേഗട്ടെ. വേഗം ഞാൻ കാണിക്കാം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല അയല മേടിച്ചായിരുന്നേ, അത് ഞാനെല്ലാം പുരട്ടി വെച്ചേക്കുവാണ്. ഇന്ന് ചിലപ്പോഴേ വറക്കുള്ളൂ, പറയാൻ പറ്റില്ല. രായിട്ട് വരുമ്പോൾ ഏട്ടാപ്പ്. അതെ, എൻ്റെ ചെറുക്കൻ ഇത് കണ്ടു കഴിയുമ്പോൾ പറയാം അമ്മ എനിക്ക് രണ്ടെണ്ണം വറുത്ത്. അങ്ങനെയല്ല, നമ്മൾ ബാക്കി കറി വിളമ്പി ചോറും കൊണ്ട് കൊടുക്കുമ്പോൾ ചോദിക്കും മീൻ മർത്ത ഇല്ലേ, മീൻ മർത്ത. അന്നേരം മക്കാരും വറുത്ത് കൊടുക്കേണ്ട വരും. അതെ, അത് പുരട്ടി അങ്ങ് വെച്ചേക്കാം. അതെ, ഫ്രിഡ്ജിൽ കയറ്റി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നിന്നങ്ങ് ചെയ്തെല്ലാം വെക്കുന്നതെന്ന് വെച്ചാൽ നാളെ ഇവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഒറ്റ വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിലിടയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾ ഇച്ചിരി വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ പണിയൊക്കെ കിടന്നു. എന്നാലും ചെറുക്കൻ എന്നെ കളിയാക്കി. മറ്റേ അമ്മ വന്നാൽ അമ്മയ്ക്കും ചിറ്റയ്ക്കും ഒത്തിരി വർത്താനം പറയാനുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് വർത്താനം പറയാൻ നേരമില്ല. നമ്മുടെ മീൻകറി നല്ല നന്നായിട്ട് തിളച്ച് വന്നു. അതൊന്ന് ഇച്ചിരിയും കൂടി ചാറ് പറ്റിക്കോട്ടെ. ഇവിടെ ചാറ് കുറവ് മതി. കപ്പയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനും ഒരുപാട് ചാറ് നീണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. അച്ഛന് ചാറ് വെള്ളപ്പൊക്കമാന്ന് പറയും. ചാറ് നീണ്ടല്ലോ, എനിക്ക് വേണ്ടി ഇതിന് മാത്രം വെള്ളം ഉണ്ടായിരുന്നു ഇല്ല ദൂരം ഒഴിക്കാൻ. ഞാൻ കാരണം എപ്പോഴും നല്ല കുറുക. എൻ്റെ മീൻകറിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല ചുമന്ന് നല്ല കുറുകുറ നല്ല ഇങ്ങനെ ചെറുന്ന വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് മതിയില്ല. അത് കാരണം ഇപ്പം തന്നെ അത് ഇത്ര ആയി. ഇനി ഞാനിതൊന്ന് ശകലം കൂടെ ഒന്ന് പറ്റാൻ വേണ്ടി വെച്ചേക്കാം. തവി ഇടത്തില്ല ഇപ്പം ഞാൻ. തവി ഇട്ടാൽ ഉടഞ്ഞു ഉണ്ടോ. ഓക്കെ, ലാവി പറക്കുന്ന മീൻകറി ഇനി ശകലം കൂടെ പറ്റിയിട്ട് ഞങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ നമ്മുടെ കപ്പയും മീൻ കറിയും റെഡിയായി. കപ്പ കുഴച്ചത് കുറച്ചെടുത്തു. അച്ഛന് വിശന്ന് അച്ഛൻ വെടി ഇട്ടിട്ടുണ്ട്. അച്ഛന് വിശപ്പ് കാരണം അച്ഛന് കപ്പയും മീനും കണ്ട് അച്ഛൻ അന്നേരം കഴിക്കണം. അത് കാരണം അച്ഛന് ഞങ്ങൾ ബന്ധം ഉടനെ കൊടുത്തു. അതെ, ഇത് കപ്പയും മീൻകറിയും കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട്. മീൻകറി ഞാൻ ടേസ്റ്റ് ചെയ്തമ്മ. നല്ല കൊഴുത്ത ചാറുണ്ടോ. അതെ, സൂപ്പർ മീൻകറി. അതെ, നിങ്ങളും വെച്ച് നോക്കണേ. ഇത് വേണം പറയാനായിട്ട്. ചാറൊക്കെ തീരെ വറ്റി നല്ല കൊഴുത്ത മീൻകറിയാണ്. കഷ്ണം കിടക്കുന്നുണ്ടോ, എനിക്ക് കണ്ടിട്ട് തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ. റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് കപ്പ അടിപൊളി കപ്പയാണ്. സൂപ്പർ കപ്പ. ഞങ്ങൾ രമിച്ചിട്ടൊക്കെയാണ്. അപ്പം എല്ലാവരും കപ്പ മീൻകറി കഴിക്കാം. ഒരു വായോ കപ്പയും മീൻ കഴിക്കാം.